നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തടവേറയിൽ മരിച്ച യുക്രൈൻ സൈനികരുടെ അവയവങ്ങൾ റഷ്യ മോഷ്ടിച്ചു വിറ്റതായുള്ള ആരോപണം പുകയുകയാണ്. റഷ്യ വിട്ടു നൽകിയ പല യുക്രൈൻ സൈനികരുടെ മൃതദേഹങ്ങളിലും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഇല്ലായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരുന്നതായി ആരോപണം ഉയരുന്നത്. ഫ്രീഡം ടു ഡിഫൻസ് ഫോഴ്സ് മരിയംപോൾ ഗ്രൂപ്പിന്റെ മേധാവി ലാരിസ് സലേവയാണ് റഷ്യക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തുർക്കിയിലെ അങ്കാരയിൽ യുദ്ധ തടവുകാരുടെ കുടുംബങ്ങളുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സലേവ റഷ്യക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. റഷ്യയുടെ തടങ്കലിൽ കൊല്ലപ്പെട്ടവരുടെയും മരിച്ചവരുടെയും മൃതദേഹങ്ങൾ പലപ്പോഴും വിട്ടുകിട്ടുമ്പോൾ അവരനുഭവിച്ച ക്രൂര പീഡനത്തിന്റെ തെളിവുകൾ ആ മൃതദേഹങ്ങളിൽ പ്രകടമായിരുന്നു. എന്നാൽ പീഡിപ്പിക്കപ്പെട്ട മൃതദേഹങ്ങൾ മാത്രമല്ല ഞങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നത്, അവയവങ്ങൾ നഷ്ടപ്പെട്ട ശരീരങ്ങളാണ് റഷ്യ വിട്ടു നൽകുന്നത് എന്നും അവർ പറയുകയാണ്. യുക്രൈനിയൻ യുദ്ധ തടവുകാരെ ലക്ഷ്യം വെച്ച് റഷ്യൻ വൻ അവയവ മാഫിയ പ്രവർത്തിക്കുന്നതായും അവർ ആരോപിച്ചു. ഈ കുറ്റകൃത്യത്തിന് തടയിടാൻ ലോകമെമ്പാടും ഇതിനെപ്പറ്റി ഉറക്കെ സംസാരിക്കുമെന്നും അവർ പറയുന്നു. റഷ്യയിൽ തടവിലുള്ള സൈനികരുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ ഒരു സ്വതന്ത്ര മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് പിന്തുണ നൽകുമെന്നാണ് സലേവ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ ഉർദുഗാനോട് അഭ്യർത്ഥിച്ചത്. യുദ്ധ തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതടക്കമുള്ള എല്ലാ മനുഷ്യാവകാശ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തുർക്കി മേൽനോട്ടം വഹിക്കുമെന്നും അവർ പറയുന്നു. ജനീവ കൺവെൻഷനുകളും മനുഷ്യാവകാശ നിയമങ്ങളുമെല്ലാം റഷ്യ ലംഘിച്ചുവെന്നും അവർ ആരോപിച്ചു. എന്നാൽ അവയവ വ്യാപാരം സംബന്ധിച്ച ആരോപണങ്ങൾ റഷ്യ നിഷേധിച്ചു. തങ്ങളുടെ സൈന്യത്തെ ലോകത്തിന് മുന്നിൽ പൈശാചികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത് നടക്കുന്നത് എന്നും റഷ്യയുടെ ആരോപണം വരികയാണ്. 10,000-ലധികം യുക്രൈനുകാർ ഇപ്പോഴും റഷ്യയുടെ തടവിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ട്. 2022 ഫെബ്രുവരിയിലാണ് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തുടർ നടപടികൾ കൂടുതൽ ഉണ്ടാകുമെന്ന് കണ്ടറിയാം.